നമസ്കാരം. നമ്മുടെ ജനാധിപത്യം, അതിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ, വോട്ടിംഗ് സംവിധാനങ്ങൾ, ഇതെല്ലാം ഇന്ത്യൻ പൗരന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ വിഷയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് നാം അഭിമാനത്തോടെ പറയുമ്പോൾ അതിന് പിന്നിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വോട്ടർമാരുടെയും ഭരണഘടനയുടെയും വിശ്വാസ്യതയുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കാതുകളിൽ ഒരു പുതിയ ശബ്ദം മുഴങ്ങി കേൾക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അട്ടിമറി. ആരാണ് ഈ പുതിയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ? അതറിയാമോ? നമ്മുടെ സ്വന്തം കോൺഗ്രസ് പാർട്ടിയാണ്. തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ വോട്ടിംഗ് മെഷീനെ പഴിക്കുന്നതും ഇലക്ഷൻ കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതും നമുക്ക് പതിവുള്ള കാഴ്ചകളാണ്. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഇത് നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമായി സമീപിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു അട്ടിമറിയല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ കൺമുന്നിൽ നടന്ന ഒരു കൊള്ളയാണെന്നാണ് അവർ പറയുന്നത്. മാത്രവുമല്ല, ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ടെന്നും അവർ ആരോപിക്കുന്നു. കോൺഗ്രസ് നേതാവായ പപ്പുമോനാണ് ഈ വാദങ്ങളുമായി രംഗത്തെത്തിയത്. കണക്ക് കൂട്ടലുകളുടെയും ഡാറ്റ വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷനും BJPയും ചേർന്ന് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഇത്ര വിലപ്പെട്ട ആരോപണം. അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ എന്തെങ്കിലും പറയുമ്പോൾ അതിലൊരു പ്രത്യേക തത്വചിന്തയും കാവ്യാത്മകതയും ഒക്കെ പതിവുള്ള കാഴ്ചയാണ്. ഉദാഹരണത്തിന്, കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്രയുടെ ചുമതലക്കാരനുമായ രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന നോക്കുക. അദ്ദേഹം പറയുന്നു, ഇത് വെറും അട്ടിമറിയല്ല, ഇത് ഇന്ത്യൻ ജനാധിപത്യം 140 കോടി ജനതയുടെ കൺമുന്നിൽ നിന്ന് അതിക്രൂരമായി കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്ന. കേട്ടാൽ തോന്നുന്നത് ഒരു കൂട്ടം കൊള്ളക്കാർ ആയുധങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ കയറി വന്ന് വോട്ടുകളൊക്കെ മോഷ്ടിച്ച് ഓടി എന്നായിരിക്കും. ചെന്നിത്തലാജി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചില ഞെട്ടിപ്പിക്കുന്ന കണക്കുകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ മാത്രം 40 ലക്ഷം വ്യാജ വോട്ടുകൾ ചേർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും വെറും 5 മാസം കൊണ്ട്. 5 വർഷം കൊണ്ട് ചേർത്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ 5 മാസം കൊണ്ട്. ഇതൊരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ എണ്ണം അവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലാണെന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളൊക്കെ. എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരുടെ എല്ലാം കണ്ണു വെട്ടിച്ചുകൊണ്ട് 40 ലക്ഷം വ്യാജ വോട്ടുകൾ നിശബ്ദമായി ചേർക്കാൻ സാധിക്കുക? ഇതൊരു സിനിമയുടെ തിരക്കഥ പോലെയൊക്കെ തോന്നില്ലേ? ഇതിനെയൊക്കെയാണ് അദ്ദേഹം ആർഷഭാരത സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് കേട്ടതൊന്നും ഭാരതത്തിന്റെ സംസ്കാരത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചു എന്ന്. പക്ഷേ തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ച് കോൺഗ്രസ് സംസാരിക്കുമ്പോൾ നാം ആദ്യം ഓർക്കേണ്ടത് അവരുടെ സ്വന്തം പാർട്ടിയുടെ ഒരു ചരിത്രമാണ്. നമ്മുടെ പപ്പുമോന്റെയൊക്കെ പിൻതലമുറക്കാരുടെ ഒരു ചരിത്രം. അധികാരം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഭൂതകാലം അവർക്കുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കറുത്ത അധ്യായങ്ങൾ. 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏൽപ്പിച്ച ഏറ്റവും വലിയ മുറിവുകളിൽ ഒന്നാണ്. എന്തായിരുന്നു ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്? അതും തിരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട ഒരു കോടതി വിധി തന്നെയല്ലേ? ഇത് നിങ്ങൾ മറന്നാലും നമ്മൾ മറക്കില്ല. 1971 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്നും വിജയിച്ച ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കുന്നു. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായണൻ നൽകിയ ഹർജിയിലായിരുന്നു ഈ വിധി. തിരഞ്ഞെടുപ്പിൽ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു, അമിതമായി പണം ചിലവഴിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ ഉണ്ടായിരുന്നത്. ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. കോടതി വിധി പ്രകാരം ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഒരു പദവി വഹിക്കാനോ കഴിയില്ലായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് കോടതിയുടെ ഇത്തരം ഒരു വിധി വന്നാൽ എന്ത് ചെയ്യണം? ആ വിധി അംഗീകരിച്ച് അധികാരം ഒഴിയുക എന്നല്ല. ഇന്ദിരാഗാന്ധി ചെയ്തത് എന്തായിരുന്നു? അവർ വിധി അംഗീകരിക്കാൻ തയ്യാറായില്ല. പകരം ആ വിധിയെ മറികടക്കാനായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നിയമം ഉപയോഗിച്ച ഒരു കോടതിയുടെ വിധിയെ, ഭരണഘടനയെ ദുരുപയോഗം ചെയ്ത് അട്ടിമറിക്കുകയായിരുന്നു അവർ. യഥാർത്ഥ തിരഞ്ഞെടുപ്പ് അട്ടിമറി എന്താണെന്ന് രാജ്യം കണ്ടത് അന്നാണ്. അടിയന്തരാവസ്ഥയുടെ 21 മാസങ്ങളിൽ നടന്ന ക്രൂരതകൾ നമ്മുടെ ചരിത്രത്തിൽ കറുത്ത മഷിയാൽ എഴുതി ചേർത്തതാണ്. പൗരാവകാശങ്ങൾ റദ്ദാക്കി, ഭരണഘടന ഉറപ്പു നൽകുന്ന
മൗലികാവകാശങ്ങൾ ഇല്ലാതായി, ജീവിക്കാനുള്ള അവകാശം പോലും റദ്ദാക്കപ്പെട്ടു, മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി, പത്രങ്ങളുടെ ഓഫീസുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു, എന്തൊക്കെ പ്രസിദ്ധീകരിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു, അതായത് ഇന്ദിര തീരുമാനിച്ചു. പ്രതിഷേധത്തിന്റെ നേരിയ ശബ്ദം പോലും പുറത്തു വരാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടച്ചു. ജയപ്രകാശ് നാരായണൻ, അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകളെ ഒരു വിചാരണയും കൂടാതെ ജയിലിലടച്ചു. ഭരണഘടനാ ഭേദഗതി വരുത്തി തന്റെ അധികാരം ഉറപ്പിക്കാൻ ഇന്ദിരാഗാന്ധി ഭരണഘടനയിൽ 42ാം ഭേദഗതി കൊണ്ടുവന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കുപ്രസിദ്ധി നേടിയ ഈ ഭേദഗതിയിലൂടെ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും പാർലമെന്റിന് അമിതാധികാരം നൽകുകയും ചെയ്തു. കോടതി വിധിയെ മറികടക്കാൻ നിയമവ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്ന നടപടിയായിരുന്നു അത്. പിന്നെ നിർബന്ധിത വന്ധ്യംകരണം, അതായത് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകളെ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയരാക്കി. ഇതെല്ലാം എന്തിനായിരുന്നു? കേവലം ഒരാളുടെ പ്രധാനമന്ത്രി പദം സംരക്ഷിക്കാൻ. അധികാരം കയ്യിൽ നിന്ന് പോകുമോ എന്ന ഉൾഭയം. അപ്പോൾ തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് ആദ്യം തിരഞ്ഞു നോക്കേണ്ടത് അവരുടെ സ്വന്തം ചരിത്രത്തിലേക്കാണ്. തിരഞ്ഞെടുപ്പിൽ തിരിമറി നടത്തിയതിന് കോടതി ശിക്ഷിച്ചപ്പോൾ ആ കോടതി വിധിയെ തന്നെ അട്ടിമറിച്ച് ഒരു രാജ്യത്തെ മുഴുവൻ ജയിലിലടച്ച ഒരു ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. ഇന്നത്തെ കോൺഗ്രസിന്റെ ആരോപണങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഇരയാണ് വോട്ടിംഗ് മെഷീനുകൾ. അതായത് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴെല്ലാം അവർ EVM-നെതിരെ തിരിയും. എന്നാൽ ഇതേ EVM ഉപയോഗിച്ച് കർണാടകയിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും ഒക്കെ അവർ വിജയിച്ചപ്പോൾ EVM-കൾ വളരെ നല്ലതായിരുന്നു. അപ്പോൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അതേ മെഷീനുകൾ ഗൂഢാലോചനയുടെ ഭാഗമായി. ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുന്നില്ലെന്ന് ഇവർ കരുതുന്നുണ്ടോ? എന്നാൽ ഇന്ദിരയുടെ അന്നത്തെ അതേ ഭയമാണ് കോൺഗ്രസ് നേതാക്കൾക്കും. തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി വിജയിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ആദ്യം കുറ്റം പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടിംഗ് മെഷീനെയൊക്കെയാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ എത്തിയിരിക്കുന്നു എന്ന് മാത്രം. BJP വലിയ ഗൂഢാലോചന നടത്തി എന്ന്. അധികാരം എന്നേക്കുമായി കയ്യിൽ നിന്നും പോകുമ്പോൾ പുതിയ അടവുകൾ ഇറക്കുക എന്നത് സ്വാഭാവികമാണ്. ഈ കൊള്ള ആരോപണവും അതിന്റെ ഭാഗമാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ജയിച്ചാൽ തങ്ങൾ മിടുക്കർ, തോറ്റാൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി, ഇതൊരു സ്ഥിരം പല്ലവിയായി മാറിയിരിക്കുന്നു. പറഞ്ഞു പറഞ്ഞ് വിലയില്ലാതായി. ജനാധിപത്യം അതിന്റെ മുഴുവൻ ശക്തിയോടെ മുന്നോട്ട് പോകണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യത നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കമ്മീഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ത് ജനാധിപത്യ മര്യാദയാണ്? ഇത് കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല, മറിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്ന അപകടകരമായ ഒരു കളിയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിക്കാനുള്ള പുതിയ വഴി കിട്ടാതെ വലയുകയായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും പപ്പുമോനും കൂട്ടരും അവർക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മ വരാത്തത്. സ്വന്തം വീട്ടിൽ കല്ല് വെക്കുമ്പോൾ അതിന്റെ ഭാരം എത്രത്തോളം ഉണ്ടെന്ന് ആദ്യം ഒന്ന് ഓർക്കണം, പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥയുടെ ആ കല്ലുകൾ. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ, നിങ്ങൾ തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെയൊക്കെ ചരിത്രം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ മുത്തശ്ശി കഥകൾ വളരെ അടിപൊളിയാണ്. സ്വന്തം ഭൂതകാലം മറന്നുകൊണ്ടുള്ള ഒരു ജനാധിപത്യ പ്രസംഗത്തിന് ഒരു വിലയും ഉണ്ടാകില്ല. യഥാർത്ഥ ജനാധിപത്യ വിശ്വാസി വിജയത്തെ പോലെ പരാജയത്തെയും ഒന്ന് അംഗീകരിക്കാൻ പഠിക്കണം. നിങ്ങൾക്കറിയാം, ഇനി നിങ്ങൾ ഒരു കാലത്തും ഇവിടെ അധികാരത്തിൽ ഇരിക്കാൻ പോകുന്നില്ലെന്ന്. അതിന് ഇങ്ങനെ തരം താഴ്ന്ന തന്ത്രങ്ങൾ വേണോ? അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അതോ ഇത് പരാജയത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പപ്പുമോന്റെ ഈ പുതിയ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും അഭിപ്രായം നിങ്ങൾ അറിയിക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.